ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പേരി എന്ന് വെച്ചാൽ വെജിറ്റബിൾസും മുട്ടയൊക്കെ കൂടെ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കുറച്ച് ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും സവോളയും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. സവോള കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ബീൻസും ക്യാരറ്റും കൂടി നല്ലപോലെ തിന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താണ് കേട്ടോ, തോരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തു. ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുകയും അതുപോലെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നമ്മളെ വീഡിയോസൊക്കെ കാണണം, അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ പറയുക 2 മുട്ട 3 മുട്ട ഞാൻ അവിടെ പൊട്ടിച്ച് ഉപ്പൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മുട്ട ചിക്കി എടുക്കുമല്ലോ. അപ്പോൾ മുട്ട മാത്രമായാൽ അവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും കൂടെ ചേർത്ത് കൊടുത്താൽ വെജിറ്റബിൾസും ആയി മുട്ടയായല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഈ തോരൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ അമ്മയ്ക്ക് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറണ്ടടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ചു കേട്ടോ. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അരി ഒന്ന് കഴുകി. പിന്നെ ഇനി ഇത് അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാമല്ലോ. പിന്നെ അത് അവിടെ കിടന്ന് ചോറ് അങ്ങനെ റെഡി ആയിക്കോളും. ഇന്ന് രാവിലെ ചായക്ക് അടിയെന്ന് പറഞ്ഞാൽ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ട് വേറെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് തോരന് റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ നടക്കാൻ വേണ്ടി പോകും കേട്ടോ. രാവിലെ കുറച്ച് നേരം നടക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടായതുകൊണ്ട് പുട്ടിലേക്ക് പാഴുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തോരനും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും കേട്ടോ. ഞാൻ അധികം നടക്കൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ നടക്കണുള്ളൂ കേട്ടോ രാവിലെ. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. തക്കാളി ഒന്ന് കുക്കായി വരാനുള്ളൊരു സമയം കേട്ടോ. പിന്നെ അതിനുശേഷം ഞാനൊന്ന് തുറന്നു കൊടുത്തിട്ട് നമ്മളെ ഉപ്പും മുട്ട കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ നടുവിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ഇങ്ങനെ നിങ്ങൾ മുട്ടത്തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മുട്ട ഓംലേറ്റ് അടിച്ചാലും വലിയ ഇഷ്ടമില്ലാത്ത മക്കളാണ്, ഞാൻ പറഞ്ഞിട്ടില്ല, മുമ്പൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ മുട്ട കഴിപ്പിക്കാൻ എപ്പോഴെങ്കിലുമൊക്കെ 2 മുട്ടയൊക്കെ ഒന്ന് കഴിപ്പിക്കാൻ ഇതേ മാർഗ്ഗമുള്ളൂ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ചെയ്യണതാണ്. അങ്ങനെ മുട്ടത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതാ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. പിന്നെ രാവിലെ ഞങ്ങൾ കുറച്ച് സമയം നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട ആ ഒരു ടൈം ആവണോണ്ട് എല്ലാവർക്കും രാവിലെ ഓരോ പരിപാടികളാണ്. രാവിലെ തിരക്ക് പിടിച്ച സമയമാണല്ലോ. അപ്പോൾ അതിനിടയിൽ അരമണിക്കൂറൊക്കെ നടക്കാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം കിട്ടുന്ന ടൈമിനൊന്ന് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അമ്മ ഏതായാലും വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ പിന്നെ എന്താ പറയുക ചൂടായോ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അമ്മ. പിന്നെ ഇനി മക്കൾക്ക് ഞാൻ ഒരു ചമ്മന്തിയും കൂടെ കൊടുത്തയക്കുന്നുണ്ട്. വെറുതെ തേങ്ങയും മുളക് പൊടിയും അതുപോലെ ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം അതുപോലെ പുള്ളിയും കൂടെ ഇട്ടിട്ട് വെറുതെ ചമ്മന്തി ഇറക്കി കേട്ടോ. തത്തയ്ക്ക് അങ്ങനെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുത്തയക്കാൻ വിചാരിച്ചു. വെറും തോരന് മാത്രം ആയാൽ അവർക്ക് ഏതെങ്കിലും ഒന്നൊക്കെ മതി. പക്ഷെ നമുക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കറി മാത്രം അല്ലെങ്കിൽ ഒരു ഉപ്പേരി മാത്രം കൊടുത്തിടുമ്പോൾ എന്തോ പോലത്തുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ഒരു ചമ്മന്തിയും കൂടെ അരച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു.
അങ്ങനെ ഇതാ തത്തൂസിന് കൊണ്ടുപോകാനുള്ള ചമ്മന്തിയൊക്കെ റെഡിയായിട്ടോ. ചമ്മന്തി തേങ്ങയും മുളക് പൊടിയും ഒരു ഇഞ്ചിയുടെ ചെറിയ കഷ്ണം പുളിയൊക്കെ ഇട്ടിട്ട് അരച്ചതാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. അങ്ങനെ ചമ്മന്തി അരക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്താണുള്ളത്, അങ്ങനെ തോരന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറൊന്നാവുമ്പോൾ ഊറ്റി വയ്ക്കണം. പിന്നെ എന്താ രാവിലെ ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് കൊടുത്തയക്കണ ആ ഒരു കറികളൊക്കെ തന്നെയാവും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അതല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കുള്ളൂ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കരുത്. കാരണം ഉച്ചയ്ക്ക് ഞാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് എന്താണോ കൊടുത്ത് വിട്ടുന്നത്, ഇനിയിപ്പോൾ ഉപ്പേരിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആ ചമ്മന്തി ആണെങ്കിൽ അത് മാത്രം കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അങ്ങനെ വല്ലാതെ ഒന്നും വേണ്ടി വരില്ല അല്ലേ. എല്ലാവരും വേണം എങ്കിലുള്ളൂ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു ഇഷ്ടം ഉണ്ടാകുമല്ലേ. ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും വലിയ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ഉണ്ടാക്കിയാൽ പോലും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നും നമുക്ക്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അടുക്കളയിൽ കുഞ്ഞു പരിപാടികൾ കഴിഞ്ഞപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങണം, മുറ്റം അടിച്ചു വാരിയിടാൻ വേണ്ടിയിട്ട്. ചോറ് റേഷനരി തിളച്ചാൽ വേണ അരി അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം പൊടിക്കും കേട്ടോ, മട്ടേരി ആയതുകൊണ്ടേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള ഉപ്പേരി ഐറ്റംസും ചായ അങ്ങനെയൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേവണ അരിയാണെങ്കിൽ അതൊക്കെ ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ആ മട്ടേരി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പം അങ്ങനെ പിന്നെ അമ്മ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കള ഭാഗം ഒന്ന് അടിച്ചു വാരിയിട്ടു. ഇനി ബാക്കി റൂമൊക്കെ ഞാൻ അടിച്ചു വാരിയിടുന്നത് എങ്ങനെയാ അറിയാം, മക്കൾ പോയി കഴിഞ്ഞിട്ടാണ്. കാരണം അവരെ മേക്കപ്പും കാര്യങ്ങളും മുടി ചീകലും എല്ലാം കഴിഞ്ഞാൽ ഒരുപാട് മുടി ഉണ്ടാവട്ടെ അകത്തുകൂടെയൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് തല ചീകണേന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അത് ചിലപ്പോൾ സിറ്റ് ഔട്ടിലായിരിക്കും, ചിലപ്പോൾ ആ വാഷ് ബേസിൻ്റെ കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ടായിരിക്കും. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അകത്ത് ബാക്കിയുള്ളവരൊക്കെ അടിച്ചു വാരിയിടാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഉപ്പേരിയൊക്കെ പാത്രത്തിലേക്ക് വേറെ മാറ്റിയിട്ടു. ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, മുറ്റടിച്ച് വരാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം മക്കൾക്ക് ചോറൊക്കെ പാത്രത്തിലാക്കണം. ഈ ഒരു മാവുണ്ടല്ലോ, ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ മാങ്ങ കഴിച്ചിട്ട് ഇങ്ങനെ അവിടെ എറിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു മാവ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അമ്മ പറഞ്ഞത് വെട്ടിയിടുക, അതിലൊന്നും ഉണ്ടാവണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ മാങ്ങയൊന്നും ഉണ്ടായില്ലേലും വേണ്ടില്ല, മുറ്റത്ത് ഒരു തണലിനായിട്ട് എനിക്ക് അങ്ങനെ മരങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു തണുപ്പിനെങ്കിൽ അത് നിന്നോട്ടെ എന്ന് നിർത്തിയതാട്ടോ. എന്തായാലും ഇപ്രാവശ്യം നല്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. നമ്മൾ നട്ടുപിടിപ്പിച്ചാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാം എടുത്ത് ആ പുതിയ ഇലകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുറ്റടിച്ചോറിലൊക്കെ കഴിഞ്ഞ് അകത്ത് കറിയുമ്പോൾ സമയം 7:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും മക്കൾക്ക് ചോറൊക്കെ പാത്രത്തിലാക്കി വെക്കുകയാണ്. ഒന്ന് ചൂടാറാൻ അടച്ചു വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒന്ന് ആവിയൊക്കെ ഒന്ന് പോണ വരെ ഇവിടെ തുറന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ കരിങ്ങാരി വെള്ളം തലേദിവസം ഉണ്ടാക്കി വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാണ്, കുപ്പിയിലാക്കാൻ വയ്യ. പിന്നെ ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. മക്കളൊക്കെ പോയി പിന്നെ വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ വിശേഷങ്ങളൊന്നും കാണിച്ചില്ല. പിന്നെ വൈകുന്നേരം അവർ വരാനായപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ദോശമാവ് ഉണ്ടാക്കി വെച്ചാൽ ഒരു ബാലൻസ് കുറച്ച് ദോശമാവ് ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ലൂസായിരുന്നു മാവ്, അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്തു, കൊന്നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു നുള്ള ഉപ്പും പിന്നെ നുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മാവ് കൂട്ടി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഓൾറെഡി ഇങ്ങനെ നമ്മൾ വെച്ച മാവ് തന്നെയാണല്ലോ. അപ്പോൾ അതിലേക്ക് പഴം എന്ന് പറയാൻ രണ്ട് പഴം ശരിക്കും പറയാൻ പറ്റൂല, ഒരു കുഞ്ഞ് 2 പഴമായിരുന്നു നേന്ത്രപ്പഴം. അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം. അവർക്ക് ഇങ്ങനെ വലിയ പഴംപൊരിയേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ മാവിൽ മുക്കി പൊരിച്ചെടുക്കണം, ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ദോശമാവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലോണം പൊങ്ങി വരും കേട്ടോ. അത് നല്ല ഉണ്ടായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റ് വേണ്ട, നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്രയും ഉള്ളത് കേട്ടോ, അല്ലെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മക്കൾ വരാനാകുമ്പോഴത്തേക്കും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കിച്ചുമോൾ വരാനായപ്പോഴത്തേനാണ് അതൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ 4 മണി 4:10 ആയിട്ടുണ്ട്. അവൾ 4:30 4:35 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് തുണികളൊക്കെ രാവിലെ വിരിച്ചിട്ടൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇടയില്ല. ഇവിടെ ഇട്ടാൽ തന്നെ രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ അലക്കി ഇട്ടാലും 3 മണിയാകുമ്പോഴത്തേക്ക് അതെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും, നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ ഇനി തുണികളൊക്കെ എടുത്തിട്ട് കട്ടിൽ കൊണ്ടുപോയിടും. ചിലപ്പോൾ ഞാനിപ്പോൾ തന്നെ മടക്കി വയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും രാത്രി ആവട്ടോ, മേലയിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ രാത്രി അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ മടക്കി വയ്ക്കും. ചില സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ മടക്കി വയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും തുണികളൊക്കെ എടുക്കട്ടെ, എന്നിട്ട് കട്ടിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ചായ തിളച്ചൊന്നും അതും കൂടി നോക്കാമല്ലോ.
അപ്പോൾ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ടു പോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് വന്നു കേട്ടോ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ്. കാരണം നാടൻ തനിമ കണ്ടു വന്നു, പിന്നെ തലയെക്കെട്ടൊക്കെ കണ്ടിട്ട് വീഡിയോ കാണാനിരുന്നതാണ്, ലാസ്റ്റാണ് പിന്നെ തലയിൽ കെട്ടഴിച്ചപ്പോൾ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ കമൻറ്റ് അറിയിച്ചത്. അങ്ങനെ കാരണം അയാൾ പറഞ്ഞത് ശരിയായിരിക്കാം. കാരണം ഫസ്റ്റ് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തലയിലൊക്കെ ഒരു തുണിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു നാടൻ തോന്നിയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് അയാൾ മുടിയിൽ നിന്ന് കെട്ടഴിച്ചപ്പോഴായിരിക്കും അങ്ങനെ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അതെന്തായാലും രസമായി. പിന്നെ ഇതാ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടോ. ചായ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ കിച്ചുമോൾ ചിലപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കും തോന്നണം, അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചായയുടെ ചൂടാറാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തുണികളൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അധികം എന്താണ് ഇനിയിപ്പോൾ തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ കിച്ചുമോള് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കുള്ള പഴംപൊരിയും ചായ ഞാൻ ചിലപ്പോൾ കുടിക്കും കേട്ടോ, ചിലപ്പോൾ അതുപോലെ ഇരിക്കും. അപ്പോൾ ഒന്ന് ഒഴിച്ച് വെച്ചതാണ് ക്ലാസ്സിലേക്ക് കേട്ടോ. സംഭവം കിച്ചുമോള് സ്കൂളിട്ട് വന്നപ്പോഴേ കിച്ചുമോളെ പിറന്നാളിൻ്റെ ഗിഫ്റ്റ് ഇന്നൊരു കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, അവളെ ഫ്രണ്ട് ഇൻഷ. അപ്പോൾ അത് കാണിച്ചു തരികയാണ് കേട്ടോ. അമ്മ അന്ന് ഗിഫ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ക്യൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴല്ലേ രസമുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.